ഒരു പ്രഭാതകാലം ലൈവിൽ കടന്നു വരുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ നിന്നൊക്കെ സംസാരിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തുന്ന എല്ലാ കർത്താവിൻ്റെ കൃപകളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് ലൈവിൽ എന്നോടൊപ്പം ഈ പ്രഭാതകാലം തിരുവചനത്തെ ശ്രമിപ്പാനായിട്ട് കടന്നു വന്ന ക്രിസ്തുവിൽ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകലും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് ഇടപെടുവാനിടയായിത്തീരും, നമ്മളോട് സംസാരിക്കാനിടയായിത്തീരും. ഒരു ചെറിയ ആത്മീയ ചിന്ത മാത്രം, വീണ്ടും ഈ പ്രഭാതകാലം നമ്മളെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ ആത്മീയ ചിന്ത മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കർത്താവിൽ പ്രാർത്ഥിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതകാലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ എടുക്കുവാൻ വേണ്ടി പോകുന്നത്. പഴയ നിയമം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-12 രണ്ട് വാക്യങ്ങൾ. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എൻ്റെ മകളെ, മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായി. ഈ രാത്രിയിൽ തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? വളരെ ശ്രദ്ധിക്കുക. ഇന്ന് പ്രഭാതകാലത്തെ ചിന്തയ്ക്കായിട്ട് നാം എടുത്തിരിക്കുന്ന വേദഭാഗം രൂത്തിന്റെ പുസ്തകം 1:11-12 ഈ 2:13 ഈ 3 വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എൻ്റെ ഒരു പോസ്റ്റിൽ കണ്ടതുപോലെ ഇന്നലെ പകലിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചതുപോലെ ഇന്ന് പകലിലും ഒരു സെന്റൻസ് കർത്താവ് എൻ്റെ കരത്തിൽ തന്നിരിക്കുകയാണ്. ആ സെന്റൻസ് ഇങ്ങനെയാണ്. കർത്താവ് കഴിഞ്ഞ ദിവസം ഇന്ന് പ്രഭാതകാലം എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൈമാറാനിടയായി തീർന്നത് ആ ഒരു സെന്റൻസ് ഇങ്ങനെ പറയുന്നു: ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല. പ്രാരംഭത്തിൽ തന്നെ ദൂത് പറഞ്ഞു തുടങ്ങട്ടെ. നാം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം, നാം ഇപ്പോഴായിരിക്കുന്ന പ്രതികൂലം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ആ ലൈഫിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇപ്പോഴായിരിക്കുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ, കർത്താവ് നമ്മളോട് ഇന്ന് പകലിൽ വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. ആ സാഹചര്യം അല്ല നമ്മുടെ അവസാനം. ഇപ്പോഴായിരിക്കുന്ന ഈ സിറ്റുവേഷൻ അല്ല നമ്മുടെ അവസാനം. യേശുവിൻ്റെ നാമത്തിൽ വളരെ വണ്ടർഫുൾ വേർഡ്. ഇന്ന് പ്രഭാതകാലവും ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് കർത്താവ് നമുക്ക് കൈമാറുന്നത്, ഈ സാഹചര്യമല്ല നമ്മുടെ അവസാനം. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല നമ്മുടെ അവസാനം. കർത്താവ് അടുത്തതൊന്ന് നമ്മുടെ ലൈഫിൽ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു മേഖലയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഏകദേശം നീണ്ട 10 വർഷക്കാലത്തെ മോവാബ് ദേശത്തിലെ വാസത്തിന് ശേഷം അവൻ കൂടാരത്തിൻ്റെ അകത്തളത്തിൽ കുടുംബത്തിൽ പറയത്തക്കവണ്ണം നീക്കിയിരിപ്പുകളോ ശ്രേഷ്ഠതകളോ ഒന്നും തന്നെ ഉണ്ടാകാതെ ഇരുന്ന ഒരു മാതാവ്. ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 തലമുറകൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിടുതൽ എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ലഭിച്ചില്ല. മോവാബ് എന്താണ് നിങ്ങൾക്ക് നൽകിയത്? മോവാബ് ഞങ്ങൾക്ക് നൽകിയത് കഷ്ടപ്പാടും കണ്ണുനീരും നഷ്ടങ്ങളും മാത്രമാണ്. ഇത് മാത്രം പറയുവാൻ, ഇത് മാത്രം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത് മാത്രം ജീവിതത്തിൽ ഒരു നീക്കിയിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോവാബ് ദേശത്തിൽ നിന്ന് സ്വന്തം ദേശമായ ബത്ലഹേമിലേക്ക് സ്തോത്രം തൻ്റെ 2 മരുമക്കളുമായിട്ട് യാത്ര തിരിക്കുന്ന നവോമി എന്ന് പറയുന്ന ഭാര്യയായിരുന്ന
അവൻ അവൻ അമ്മയായിരുന്ന ഒരു സഹോദരി. യാത്രാമധ്യയിൽ തൻ്റെ മരുമക്കളോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പകൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം വായിക്കാനിടയായിത്തീർന്നത്. ആ വേദഭാഗത്തിൽ നവോമി തൻ്റെ മരുമക്കളോട് പറയുന്ന ഒരു പദം ഉണ്ട്. ആ പദമാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. സമയം കടന്നു പോയിരിക്കുന്നു. അതേ, സ്തോത്രം. എൻ്റെ പ്രായം കടന്നു പോയിരിക്കുന്നു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ശരീരവും എൻ്റെ സമയവും എന്നെ അതിനനുവദിക്കാതെ വണ്ണം സകലതും ഔട്ട് ഓഫ് മൈ കൺട്രോൾ ആയിരിക്കുകയാണ്. സകലതും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ കരത്തിൽ നിന്ന് കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് പകലിൽ സ്തോത്രം, ഈ തിരുവചനം ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചില സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അതേ, സ്തോത്രം. സകലതും എൻ്റെ കൺട്രോളിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെയ്യുവാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് എനിക്കറിയാം, എന്ത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് മൂവ് സംഭവിക്കുമെന്ന് എല്ലാം അറിയാമെങ്കിലും അത് ചെയ്യത്തക്കവണ്ണം there is no time. എൻ്റെ കയ്യിൽ സമയമില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള പ്രായമില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള ആരോഗ്യമില്ല, എനിക്ക് അതിനുള്ള മനസ്സിന് അതിനുള്ള ബലമില്ല. സ്തോത്രം. ഇന്ന് പകലിൽ സകലതും ഷിഫ്റ്റായി സകലതും ഷഫിളായി കിടക്കുകയാണ്. സകലതും ഒന്ന് ക്രമപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ സ്തോത്രം ആയിരിക്കുകയാണ്. ഇപ്പോൾ എന്തു ചെയ്ത് കഴിഞ്ഞാലും അത് പൂർത്തീകരിക്കത്തക്കവണ്ണം നിലവാരം എൻ്റെ കരത്തിൽ സമയമില്ല. ഓ ജീസസ്, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരോടാണ് വചനം സംസാരിക്കുന്നത്, ദൂത് സംസാരിക്കുന്നത്. പ്രവചന ശബ്ദമായി ഇന്ന് പകലിൽ ഞാൻ സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്, കർത്താവിനെ ബലപ്പെടുത്തുന്നത്, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനം അല്ല. ഇപ്പോഴായിരിക്കുന്ന ഈ ജീവിത സാഹചര്യം, ഈ പ്രതിസന്ധി, ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണം വിട്ടിരിക്കുന്ന ജീവിത സാഹചര്യം ഇതല്ല. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ലേ അവസാനം. കർത്താവ് അടുത്തത് പുതിയതായിട്ട് മറ്റൊരു രീതിയിൽ അടുത്ത ഒരു ഷിഫ്റ്റിങ്ങിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ നോക്കുക, സ്തോത്രം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫ് എന്ന് പറയുന്ന അതിശക്തനായ ഒരു പൈതലിനെ നമുക്ക് കാണാൻ കഴിയും. പലരും പറയും സ്വപ്നം കണ്ടതുകൊണ്ടാണ്, സ്വപ്നം അപ്പനെയും സഹോദരങ്ങളെയും അറിയിച്ചത് കൊണ്ടാണ് ഇവരോട് അത്രയധികം കയ്പ് ഈ ഭവനക്കാർക്ക്, സഹോദരങ്ങൾക്ക്, സ്തോത്രം, ബാക്കിയുള്ളവർക്ക് ഉണ്ടാകാനിടയായിട്ടുണ്ട്. കണ്ട സ്വപ്നം വിശദീകരിച്ചത് കൊണ്ടാണ്. സുധി രാജീവ്, കർത്താവ് സഹായിക്കട്ടെ. ജോയിൻ ചെയ്തതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ബ്ലസ് ചെയ്യട്ടെ. ഈ പ്രഭാതകാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് നിങ്ങളെ വഴി നടത്തട്ടെ. അതേ, സ്തോത്രം. ഈ പ്രവചന ശബ്ദം വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. ഇപ്പോഴായിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാലഘട്ടമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. സ്തോത്രം. വിശ്വസിക്കുക, കർത്താവ് അടുത്ത ഒരു മേഖലയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ സ്വപ്നമാണ് വിഷയം, സ്വപ്നമാണ് പ്രശ്നമെന്ന് ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് അഭിപ്രായം പറയുകയാണ്. എന്നാൽ തിരുവചനം വളരെ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മനസ്സിലാകും. ഇവൻ കണ്ട സ്വപ്നം മാത്രമല്ല യോസഫിന്റെ ജീവിതത്തിൽ വിഷയമായിട്ട് നിന്നത്. ഇവൻ കണ്ട സ്വപ്നം വിശദീകരിച്ചത് മാത്രമല്ല ഒരു പ്രശ്നമായി നിൽക്കുവാനിടയായിത്തീർന്നത്. മറിച്ച് തിരുവചനം പറയുന്നു, അപ്പൻ സകല മക്കളെക്കാളും അധികം ഇവനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു നിലയങ്കി ഇവന്റെ മേൽ ധരിപ്പിക്കാനിടയായിത്തീർന്നു. യഹൂദ ചരിത്രം പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാകാൻ ഇടയായിത്തീരും. നിലയങ്കി ഏത് വ്യക്തിയുടെ മേൽ വീഴുന്നുവോ അപ്പന് ശേഷം ആ ഭവനത്തിൽ സർവ അധികാരിയായിട്ട് ഭവനത്തെ നിയന്ത്രിക്കുന്നത്, അടുത്ത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടുവാൻ വേണ്ടി പോകുന്നത് നിലയങ്കി ധരിക്കുന്നവനാണ്. നിലയങ്കി ധരിക്കുന്നവൻ. ഈ നിലയങ്കി വീണതുകൊണ്ട്, സ്വപ്നം കണ്ടതുകൊണ്ട്, ഇത് മറ്റുള്ളവരോട് വിശദീകരിച്ചതുകൊണ്ട്
ഒരു പൊട്ടക്കിണർ യോസഫിന് ഒരുക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ ദൂതിലേക്ക് കടന്നു വരികയാണ്. ഒരു പൊട്ടക്കിണർ യോസഫിന് വേണ്ടി ഒരുക്കപ്പെടാനിടയായി. ഇതിൽ തള്ളിയിട്ടപ്പോൾ ഒരു പക്ഷേ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചിന്തയുണ്ടായി കാണാം, ദിസ് ഈസ് മൈ എൻഡ്, ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അവസാനം. നീട്ടുവാൻ കരങ്ങളൊന്നും തന്നെയില്ല, കാണുവാൻ കരങ്ങളൊന്നും തന്നെയില്ല, കണ്ണുനീര് കാണുവാൻ ആളില്ല, നിലവിളികളുടെ ശബ്ദം കേൾക്കുവാൻ, അതിന്റെ പരിഹാരം നൽകുവാൻ ഒരു വ്യക്തിത്വവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. അതേ, ഒരു കണ്ണിനും കരുണ തോന്നാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ അദ്ദേഹം ആ കുഴിയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചിരിക്കാം. നമ്മുടെ ദൂതിനോട് ചേർന്ന് വരിക, ആ കുഴിയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചിരിക്കാം, ഇതാണ് എൻ്റെ അവസാനം, ഇതാണ് എൻ്റെ ജീവിത സാഹചര്യത്തിന്റെ അവസാനം, ഇവിടെ നിന്ന് ഞാൻ കരകയറുകയില്ല, ഇവിടെ എൻ്റെ ജീവിതം അവസാനിക്കും. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു ഞാൻ ജനിക്കാൻ തീർന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ തീർന്നു പോകുവാൻ വേണ്ടി ആയിരുന്നു ഞാൻ സ്വപ്നം കാണുവാൻ ഇടയായിത്തീർന്നത്. സ്തോത്രം. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഹൃദയത്തിൽ പേറി മുൻപോട്ട് ചലിക്കാൻ ആഗ്രഹിച്ചിട്ടും ഒരുക്കപ്പെട്ട ഈ പൊട്ടക്കിണറ്റിൽ അവസാനിപ്പാൻ, ഈ കുഴിയിൽ അവസാനിപ്പാൻ, ഈ പ്രതിസന്ധിയിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണോ ഞാൻ ജന്മമെടുക്കാൻ ഇടയായിത്തീർന്നത്, ഞാൻ ജനിക്കാൻ ഇടയായിത്തീർന്നത്? നോ 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 നോ. ഇന്ന് പ്രഭാതകാലം ഈ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രവചന ശബ്ദം പറയുമ്പോൾ, ഈ ദൂത് പറയുമ്പോൾ, കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നു, ദിസ് ഈസ് നോട്ട് ദി എൻഡ്, ഇതല്ല അവസാനം യോസഫേ, ഈ പൊട്ടക്കുഴി അല്ല നിന്റെ അവസാനം. അവിടെ നിന്ന് കരകയറി പുത്തിഫറിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ അവൻ ചെന്നെത്തുമ്പോൾ അപ്പന്റെ കരത്തിലേക്ക് കൊടുപ്പാനായിട്ട് സഹോദരന്മാരുടെ മേൽ, സ്തോത്രം, രക്തം പുരണ്ട ഒരു കഷ്ണം തുണിയുണ്ട്. തുണി അവരെ കാട്ടുമൃഗങ്ങൾ പിടിച്ചെന്നത് കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ട് അപ്പന്റെ കരത്തിലേക്ക് തുണി കൈമാറുമ്പോൾ സ്തോത്രം, അപ്പൻ വിചാരിച്ചു കാണും അവന്റെ അവസാനം അതായിരുന്നു എന്ന്. സ്തോത്രം, അവന്റെ അവസാനം അതായിരുന്നു എന്ന്. ഇതാ, ഈ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോൾ ഇവന്റെ മേലുള്ള അഭിഷേകത്തിലും ഇവന്റെ മേലുള്ള സൗന്ദര്യത്തിലും ആകൃഷ്ടയായിട്ട് പലതവണ അവനോടുകൂടെ ക്ഷയിക്കാൻ, പാപം ചെയ്യുവാനായിട്ട് പുത്തിഫറിന്റെ ഭാര്യ ശ്രമിക്കുകയാണ്. ചരിത്രം നിങ്ങൾക്കറിയാകുന്നത് കൊണ്ട് ദൂതുകൾ മാത്രം പറഞ്ഞു പോകുക. പലതവണ ശ്രമിപ്പാനിടയായിത്തീർന്നു. എന്നാൽ അതിനൊന്നും വഴങ്ങാതെ സ്തോത്രം ഒരു തവണ അവൻ ബലത്തോടുകൂടെ അവനെ കയറി പിടിച്ചപ്പോൾ ഇട്ടിരുന്ന വസ്ത്രം സ്തോത്രം വലിച്ചൂരി സ്തോത്രം 60 കിലോ ജഡത്തേക്കാൾ അഭിഷേകമാണ് വലുതെന്ന്. 60 കിലോ ജഡത്തിന്റെ സുഖത്തേക്കാൾ തന്റെ മേൽ സ്വർഗം പകർന്നിരിക്കുന്ന അഭിഷേകമാണെന്ന് വലുതെന്ന് എണ്ണി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അല്പനേരത്തെ സുഖത്തേക്കാൾ സ്തോത്രം അധികം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു വിലകെടുത്തും വാങ്ങിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ സ്വർഗത്തിൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവ് കരുണ തോന്നി എൻ്റെ മേൽ കൈമാറിയ അഭിഷേകമാണ് വലുതെന്ന്, അവൻ കൈമാറിയ ദർശനമാണ് വലുതെന്ന്, അവൻ കൈമാറിയ സ്വപ്നമാണ് വലുതെന്ന് എണ്ണി. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജഡത്തിന്റെ സുഖത്തെ പിന്നെ സ്തോത്രം പുറത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡിൽ ആ ഭവനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനിടയായി തീർന്നു. അവന്റെ കരത്തിൽ പിടിച്ച് സ്തോത്രം, അവന്റെ വസ്ത്രത്തിൽ പിടിച്ച് അവന്റെ സ്തോത്രം, അവന്റെ ജീവിതം അവൻ ഭവനത്തിന്റെ അകത്തളത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ പുത്തിഫറിന്റെ ഭാര്യയുടെ കരത്തിലും ഒരു കഷ്ണം തുണിയിരിക്കുകയാണ്. അത് യോസഫിനെതിരെയുള്ള വലിയ ഒരു തെളിവാണ്. ഇതാ, അവന്റെ ജീവിതം അവസാനിപ്പിച്ചു, അവന്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാർ അപ്പന്റെ കരത്തിൽ കൊടുത്ത അടയാളം, അല്ലെങ്കിൽ അപ്പന്റെ കരത്തിൽ കൊടുത്ത തെളിവ് ഒരു തുണിക്കഷ്ണം, രക്തം പുരണ്ട ഒരു തുണിക്കഷ്ണം. പൊത്തിഫറിന്റെ ഭാര്യയുടെ കരത്തിലും ഇപ്പോൾ ഇരിക്കുന്നത് അതാ ഒരു തുണിക്കഷ്ണം. അത് അവന് നിയമപരമായിട്ടൊരു തെളിവായിട്ട് നിൽക്കുകയാണ്. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാൻ തക്കവണ്ണം വലിയ ഒരു തെളിവായിട്ട് ഒരു പൊട്ടക്കിണർ ഒരുങ്ങിയപ്പോൾ ഇതാണ് അവസാനം എന്ന് ചിന്തിച്ചു. സ്തോത്രം. ഇപ്പോൾ വലിയൊരു തെളിവ് തന്റെ ജീവിതത്തിനെതിരെ നിൽക്കുകയാണ്. ഈ തെളിവ് കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഇതാണ് അവസാനം എന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് വചനത്തിൽ കൂടെ നമ്മളോട് ഇടപെടുകയാണ്. നോ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല, ഇത് അവസാനമല്ല. ഇന്ന് പകലിൽ സ്തോത്രം, ക്രിസ്തുവിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ ദൂതൊന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു. ഇപ്പോഴായിരിക്കുന്ന ജീവിത സാഹചര്യം, ഇപ്പോഴായിരിക്കുന്ന ഈ കടബാധ്യത, ഇപ്പോഴായിരിക്കുന്ന ഈ കുടുംബ പ്രശ്നം, ഇപ്പോഴായിരിക്കുന്ന ഈ മാനസിക പ്രശ്നം, ഇപ്പോഴായിരിക്കുന്ന
ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അതേ ബിനു ബ്രദറെ, അതേ ജോളി സിസ്റ്ററെ, ഇന്ന് പകലിൽ വിശ്വസിച്ചോ? കർത്താവ് പറയുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്, വചനം നമ്മളോട് സംസാരിക്കുന്നത്, ഇത് അല്ല അവസാനം, ഇതല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. യോസഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, പൊട്ടക്കിണറായിരുന്നു എൻ്റെ അവസാനം എന്ന് ഞാൻ ചിന്തിച്ചു. അടിമയ്ക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോൾ അതായിരുന്നു അവസാനമെന്ന് ചിന്തിച്ചു. പൊത്തിഫറിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് തെളിവ് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ അതായിരിക്കും അവസാനമെന്ന് ചിന്തിച്ചു. അവൻ കൽത്തുറങ്കിൽ അടച്ചപ്പോൾ അതായിരിക്കും അവസാനമെന്ന് ചിന്തിച്ചു. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ അതായിരുന്നില്ല യോസഫിന്റെ അവസാനം. ഇന്ന് പകൽ വിശ്വസിച്ചോ? നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ നോക്കി പറ, ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറ, ഇപ്പോഴായിരിക്കുന്ന ആ മേഖലയെ നോക്കി പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം, ഇതല്ല അവസാനം. നിന്റെ മേലൊരു പ്രവചനം കിടപ്പുണ്ട് യോസഫേ, നിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട് യോസഫേ, നിന്റെ മേലൊരു സ്വപ്നം കിടപ്പുണ്ട് യോസഫേ. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് നിന്റെ അവസാനം. അതിന് മുമ്പിൽ വരുന്ന ഒരു പ്രതിസന്ധിക്കും, അതിന് മുമ്പിൽ വരുന്ന ഒരു കൂല സാഹചര്യത്തിനും നിന്നെ അവസാനിപ്പിക്കുവാൻ കഴിയത്തില്ല, നിന്റെ ലൈഫിനെ എൻഡ് ചെയ്യുവാൻ കഴിയത്തില്ല. ബിക്കോസ് ദൈവം എഴുതിയ അവസാനം അതല്ല. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഐ സെൻസ് ദി പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് മൂവിംഗ് വിത്ത് us. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ചലിക്കുന്നു. ഈ തിരുവചനത്തിൽ നമ്മോടുകൂടെ ചലിക്കുന്നതായിട്ട് ഞാൻ സെൻസ് ചെയ്യുന്നു. അതേ, ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് ഈ പ്രഭാതകാലത്തിൻ്റെ ഈ വെള്ളിയാഴ്ചയുടെ ലോകമെമ്പാടും സ്തോത്രം ദുഃഖ വെള്ളിയാഴ്ചയെ ആചരിക്കുമ്പോൾ, അതേ സ്തോത്രം മരിച്ച് സ്തോത്രം കല്ലറയിൽ അടക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ്റെ സ്തോത്രം കാര്യങ്ങളെ ആ കാര്യങ്ങളെ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഈ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ക്രിസ്തു കർത്താവിനെ ബലപ്പെടുത്തി നിങ്ങളോട് കൈമാറുന്നു. അതേ, അതല്ലേ അവസാനം. സ്വർഗം എഴുതിയ അവസാനം അതേ യോസഫെ പൊട്ടക്കിണറല്ല. കർത്താവ് എഴുതിയ അവസാനം അതേ അടിമയായി വിൽക്കപ്പെടുകയല്ല. കർത്താവ് എഴുതിയ അവസാനം, യഹോവ എഴുതിയ അവസാനം പൊത്തിഫറിന്റെ ഭവനത്തിൽ അകത്തളത്തിൽ ആ ബന്ധനത്തിൽ അല്ലെങ്കിൽ ആ കുടുക്കിൽ, ആ ഊരാക്കുടുക്കിൽ പെട്ടുകിടക്കുകയല്ല, ആ കാരാഗ്രഹത്തിൽ പെട്ടുകിടക്കുകയല്ല. സ്വർഗം നിനക്കെഴുതിയ അവസാനം. ഇന്ന് പകലിൽ നിങ്ങളോട് കർത്താവ് കൈമാറിയ ആ പ്രൊഫറ്റിക്കൽ വേർഡ് ഉണ്ടല്ലോ, വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് നിങ്ങളോട് സ്വർഗം നൽകിയ ആ പ്രവചന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിനനുസരിച്ച് ആ പ്രവചനത്തിനനുസരിച്ച് ഒന്നും ആയിരിക്കത്തില്ല ഇന്ന് പ്രഭാതകാലം, ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതകാലം. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം നിങ്ങൾ കേട്ട പ്രവചന ശബ്ദത്തിന് ആമീൻ പറയുന്ന രീതിയിലുള്ളതായിരിക്കത്തില്ല. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾക്ക്, ദൂതുകൾക്ക്, നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ഉള്ള അതിന് ആമീൻ പറയുന്ന, അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യം ഒന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ നാം ആയിരിക്കുന്നത്. പക്ഷേ ആ സാഹചര്യത്തെ നോക്കി ഇന്ന് പകലിൽ ദൈവവചനത്തിൽ ഉറച്ച് നമുക്കൊന്ന് പറയുവാൻ കഴിയണം, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല എൻ്റെ അവസാനം. സ്വർഗം എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഇങ്ങനെ ഞാൻ അവസാനിക്കുമെന്നല്ല. സ്വർഗം എൻ്റെ തലമുറയോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, പ്രവചനം ഇങ്ങനെ എൻ്റെ തലമുറ അവസാനിക്കുമെന്നല്ല. യേശുവിൻ്റെ നാമത്തിൽ അതേ രാജ് ബ്രദറെ, ഇന്ന് പകലിൽ ഈ പ്രവചന ശബ്ദം ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് ആ സാഹചര്യത്തെ നോക്കി പറ, ആ പ്രതിസന്ധിയെ നോക്കി പറ, ഇപ്പോഴായിരിക്കുന്ന കൂല സാഹചര്യത്തെ നോക്കി പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല. എൻ്റെ കുടുംബം ഇങ്ങനെ അവസാനിക്കുമെന്നല്ല, എൻ്റെ തലമുറയുടെ കുടുംബജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്നല്ല എനിക്കുള്ള വാഗ്ദത്തം. എൻ്റെ ജോലി മേഖല, എൻ്റെ തലമുറയുടെ ഭാവി ഇങ്ങനെ അവസാനിക്കുമെന്നല്ല അവരുടെ മേൽ കിടക്കുന്ന പ്രവചനം. എൻ്റെ കുടുംബം ഇങ്ങനെ അവസാനിക്കുമെന്നല്ല അവരുടെ മേൽ കിടക്കുന്ന പ്രവചനം. ആ കുടുംബത്തിന് മേൽ കിടക്കുന്ന പ്രവചനം, എൻ്റെ ഭാവിയുടെ മേൽ കിടക്കുന്ന പ്രവചനം, എൻ്റെ തലമുറയുടെ ഭാവിയുടെ മേൽ കിടക്കുന്ന പ്രവചനം ഇങ്ങനെ അവസാനിക്കുമെന്നല്ല. ഈ സാഹചര്യത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. സ്വർഗം എനിക്ക് കൈമാറിയ ദൂതിനെ, സ്വർഗം എനിക്ക് കൈമാറിയ പ്രവചനത്തെ ഞാൻ വിശ്വസിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു പുരുഷാരം യേശു കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പള്ളി പ്രമാണിയായ യായിറോസ് എന്നൊരു വ്യക്തി അവൻ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ മകൾ അതികഠിനമായ ദീനത്താൽ കിടക്കുകയാണ്, നീയൊന്ന് എൻ്റെ പുരയ്ക്കകത്തളത്തിലേക്ക് വരണം, നീയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീയൊന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ സൗഖ്യമാകാൻ ഇടയായിത്തരും. ഈ വാക്ക് യായിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭവനത്തിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നിട്ട് അവൻ യായിറോസിന്റെ തോളിൽ തട്ടിയിട്ട് യായിറോസിനെ വിളിക്കുകയാണ്. അതെ യായിറോസെ, ഗുരുവിനെ നീ ഇനി അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ നീ ഇനി പ്രയാസപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചു പോയി. അത് ദിസ് ഈസ് ദി എൻഡ്, അത് അവസാനമായിരിക്കുന്നു. അതിന് ഇനിയൊരു മൂവ് ഉണ്ടാക്കാത്ത രീതിയിൽ നീ ഭാരത്തോടുകൂടെ ആകുലതയോടുകൂടെ ഓടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് സമയമില്ലാത്ത നേരത്ത് സമയമുണ്ടാക്കി സമയം കണ്ടെത്തി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു മറുപടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിക്കും, ഒരു സ്തോത്രം വിടുതൽ ഈ വിഷയത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് സ്തോത്രം കണ്ണുനീരോടുകൂടെ നീ ഓടി ഏതൊക്കെ സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യാമോ ആ സമയമൊക്കെ തിരഞ്ഞെടുത്ത ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആ ഒരൊറ്റ വിഷയത്തിന് ദൈവം മറുപടി നൽകും. ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ വിഷയത്തിന് മേലാണ് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറയുന്നത്, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ഇനി പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല കേട്ടോ, ഇനി ഉപവസിച്ചത് കൊണ്ട് കാര്യമില്ല, ഇനി അവൻ വന്നതുകൊണ്ട് കാര്യമില്ലെന്ന്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മകൾ മരിച്ചു പോകാൻ ഇടയായി തീർന്നു. നിന്റെ മകൾ മരിച്ചുപോയി. ദിസ് ഈസ് ദി എൻഡ്, ഇത് അവസാനമാണ്. ഇനി ഇതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ ഒന്നുമില്ലെന്നേ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ, ഇനി ഉപവസിച്ചിട്ട് കാര്യമില്ലെന്നേ, ഇനി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമില്ലെന്നേ. കാര്യങ്ങളെല്ലാം നിന്റെ കരം വിട്ടു പോയിരിക്കുക. സ്തോത്രം. യായിറോസിന്റെ കൂടെ വന്ന യായിറോസിന് ഈ വർത്തമാനം കൊടുത്ത സഹോദരങ്ങളെ, അതേ സ്തോത്രം, തിങ്സ് എല്ലാം നിങ്ങളുടെ കൺട്രോൾ വിട്ട് മാത്രമേ പോയിട്ടുള്ളൂ, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺട്രോൾ വിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഈ സ്തോത്രം കാര്യങ്ങളൊക്കെ കർത്താവിന്റെ കൺട്രോൾ വിട്ട് പോയിട്ടില്ലെന്നേ. യേശുവിൻ്റെ നാമത്തിൽ ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഒരു കൂട്ടത്തിന് പറയാനുള്ളത് ഇതാണ് അവസാനം. യായിറോസേ, ഇത് അവസാനമാണ്. ഇനി അന്ത്യഘോഷ പാടിയിട്ട് അവളെ കല്ലറയിൽ അടക്കിയാൽ മാത്രം മതി. ദിസ് ഈസ് ദി എൻഡ്, ഇത് അവസാനമാണ്. ഒരു കൂട്ടത്തിന് അതാണ് പറയാനുള്ളത്. എന്നാൽ കർത്താവിന് പറയാനുള്ളത്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകലിൽ എനിക്കും വചനത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തെന്ന് പറഞ്ഞ അവസാനം എന്ന് പറഞ്ഞ, അതെ, ഇനി അവനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ, ഇനി ഉപവസിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ, മടക്കി വെച്ച ചിലതുണ്ടല്ലോ, മടക്കി വെച്ചത് യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം ഈ തിരുവചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ദിസ് ഈസ് ദി എൻഡ് എന്ന് പറഞ്ഞ് മടക്കി വെച്ച ചിലതിനെ എൻ്റെ സ്വർഗം ഈ ഫ്രൈഡേയുടെ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ, അതിനെ എൻ്റെ സ്വർഗം തുറക്കുവാൻ വേണ്ടി പോകുകയാണ്. യായിറോസ്, നീ അധികമൊന്നും ചെയ്യണ്ട, കേട്ട വാക്കല്ല വിശ്വസിക്കേണ്ടത്, ഞാൻ പറയുവാൻ പോകുന്ന കാര്യമാണ് നീ വിശ്വസിക്കേണ്ടത്. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കേട്ടത് ഇതാണ് എൻഡെന്നാണ്, കേട്ടത് ദിസ് ഈസ് ദി എൻഡ്, ഇത് അവസാനമാണെന്നാണ്. സ്തോത്രം. ഇനി അതിൻ്റെ മേലൊരു ചലനമില്ലെന്നാണ്. സ്തോത്രം. ഒരായുഷ്കാലം മുഴുവൻ താൻ കണ്ട സ്വപ്നം തൻ്റെ മുൻപിൽ ഇനി ചലിക്കത്തില്ലെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇദ്ദേഹത്തോട് പറയുന്നത്. ഒരു ഭാവി മുഴുവൻ താൻ കണ്ട സ്വപ്നം, അല്ലെങ്കിൽ സ്തോത്രം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ തൻ്റെ കണ്ണുനീരിൻ്റെ ഫലം, തൻ്റെ പ്രാർത്ഥനയുടെ ഫലം, സ്തോത്രം തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം, തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത, അതൊക്കെ ഒറ്റ നിമിഷത്തിൽ തല്ലിക്കെടുത്തുന്ന രീതിയിൽ ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് പറയുക, ഒരു മെജോറിറ്റി, ഒരു മാസ് കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിന്ന് പറയുകയാണ്, അത് അവസാനിച്ചു കഴിഞ്ഞു, ഇനി അതിനെ തൊടേണ്ട ആവശ്യമില്ല, ഇനി കർത്താവിനെ അസഹ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇനി കർത്താവ് വന്നിട്ടും കാര്യമില്ല. അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഗുരുവിനെ
നീ അസഹ്യപ്പെടുത്തണ്ട. ഇനി കർത്താവ് പ്രവർത്തിച്ചാലും ഒന്നും സംഭവിക്കാൻ ജീസസ് 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 ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. പക്ഷെ കർത്താവ് പറയുക, ഇന്ന് ഈ പ്രഭാതകാലം സ്തോത്രം ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുത്ത ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, അതേ ദിസ് ഈസ് ദി എൻഡ്, ഇതാണ് അവസാനം എന്ന് പറഞ്ഞ് ആ ഒരു കൂട്ടർ നിൽക്കുമ്പോഴും കർത്താവ് പറയുന്നത് നോ, അതല്ല അവസാനം. അവൻ ഭയപ്പെടേണ്ട, വിശ്വസിക്കാം മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ ഒരു കൂട്ടം പറയുന്നതല്ല നീ യായിറോസെ വിശ്വസിക്കേണ്ടത്. ഞാൻ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകലിൽ സ്തോത്രം നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം, നിയന്ത്രണത്തിലാക്കുവാൻ കഴിയാതെ വണ്ണം സാഹചര്യം മുഴുവൻ കയ്യിൽ നിന്ന് പോയിരിക്കുക. ഒരുപക്ഷെ പ്രാർത്ഥന മുറിയിൽ പലപ്പോഴും നാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ശബ്ദമാണ്, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ, ഈ സാഹചര്യം എൻ്റെ നിയന്ത്രണം വിട്ടു പോയിരിക്കുക, ഈ പ്രതിസന്ധി എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുക, നീ ഇതൊന്നും അറിയുന്നില്ലേ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ കർത്താവേ. നാം സ്തോത്രം പ്രാർത്ഥന മുറിയിൽ പലപ്പോഴും ഉരുവിട്ടിട്ടുള്ള ശബ്ദമായിരിക്കാം ഇത്, നീ ഇത് കാണുന്നില്ലേ കർത്താവേ. നോ 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 നോ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനൊരു പരിപാലകനുണ്ട് കേട്ടോ. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ, സ്റ്റിൽ ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ഈ പ്രഭാതകാലം ഈ വചനം സംസാരിക്കുമ്പോൾ സ്തോത്രം ഈ തിരുവചനം, ഈ വെളിപ്പാട്, ഈ പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറുമ്പോൾ ഈ സമയവും സ്തോത്രം വരുന്ന ദിവസങ്ങളിലും ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സ്തോത്രം സകലതും അറിയുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതകാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, ഒരു പ്രവചന ശബ്ദമായിട്ട് നിങ്ങളോട് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുക. അതേ സ്തോത്രം ഇന്ന് പകലിൽ പറ, സ്തോത്രം എൻ്റെ ദൈവം സകലതും അറിയുന്നുണ്ട്. അതേ സ്തോത്രം നിങ്ങളെ ചതിച്ചതാരെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്, നിങ്ങളെ ഒറ്റിക്കൊടുത്തതാരെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതേ നിങ്ങളെ ആ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതാരെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കും സാഹചര്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവാരത്തിലാണ് ഉള്ളതെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ടെന്ന്. നിന്റെ തലമുറ ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം അവൻ വിദേശ മണ്ണിൽ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാട്, ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ വണ്ണം അവൻ അനുഭവിക്കുന്ന ആ ഞെരുക്കം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതെ, എൻ്റെ ദൈവത്തിനറിയാം നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെ ബലഹീനത ഉണ്ടെന്ന്. ഈ പകലിൽ ഏത് നിലവാരത്തിലുള്ള രോഗമാണ് നിന്നെ ബാധിച്ചിരിക്കുന്നതെന്ന്, ഏത് നിലവാരത്തിലുള്ള പ്രശ്നമാണ്, മാനസിക വിഷയമാണ് നിന്നെ അലട്ടുന്നതെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതേ സ്തോത്രം, നീ എത്രത്തോളം ഇതിനു വേണ്ടി പരിശ്രമിച്ചെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതേ നിന്റെ വിദ്യാഭ്യാസം ഇത്രത്തോളം ഉള്ളൂ എന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അതേ നിനക്ക് ഇത്രത്തോളമേ പിടിപാടുള്ളൂ എന്ന് നമ്മുടെ ദൈവം അറിയുന്നുണ്ടെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഈ ഒരു വിഷയത്തിന് മറുപടി ലഭിപ്പാൻ നീ മുട്ടിയ വാതിലുകൾ ഏതൊക്കെയാണെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ടെന്നേ, നമ്മുടെ ദൈവം അറിയുന്നുണ്ടെന്നേ. അതേ സ്തോത്രം, നീ എത്രത്തോളം ഇതിനു വേണ്ടി ഉടയപ്പെട്ടെന്നും എത്രത്തോളം പരിഹാസമേറ്റെന്നും എത്രത്തോളം ഇതിനൊരു മറുപടി ലഭിപ്പാൻ വ്യതയോടെ കണ്ണുനീരോടുകൂടെ വിതച്ചെന്ന് എൻ്റെ ദൈവം, നമ്മുടെ ദൈവം അറിയുന്നുണ്ടെന്നേ. ഒരു മനുഷ്യനും അവൻ തകരാത്ത രീതിയിൽ, ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ എത്രത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തെ സ്തോത്രം നീ വഹിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്, എത്രത്തോളം നീ പിടിച്ചു നിൽക്കുന്നെന്ന് സ്തോത്രം എൻ്റെ ദൈവം, നമ്മുടെ ദൈവം അറിയുന്നുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം സ്തോത്രം അതറിഞ്ഞുകൊണ്ട് ഞാൻ പറയും, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ലെന്നേ, ഇത് അവസാനമല്ലെന്നേ. യേശുവിന്റെ നാമത്തിൽ അതെ നിശ്ചയമായിട്ട് രാജ് ബ്രദർ നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ജോളി സിസ്റ്ററെ നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജെസിയെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. രാജ് ബ്രദറിന്റെ ആ കോർട്ട് വിഷയത്തിന് മേൽ കർത്താവേ സ്തോത്രം കർത്താവിന്റെ കരം ഇന്ന് പകലിൽ ചലിക്കുന്നതിനായി സ്തോത്രം, ഇന്ന് പകലിൽ സ്തോത്രം ചലിക്കുന്നതിനായി സ്തോത്രം. അതേ രാജ് ബ്രദറെ, ആ സാഹചര്യം സ്തോത്രം എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ഒരു പക്ഷെ വിശദീകരിച്ചില്ലെങ്കിലും അതിന്റെ ആ കോർട്ടിൽ നിൽക്കുന്ന കേസിന്റെ എ മുതൽ ഇസഡ് വരെയുള്ള വിഷയങ്ങൾ അത് എങ്ങനെ ചലിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാകും എന്ന്, അവൻ വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വായത്തമാകുന്ന രീതിയിൽ അതിൻ്റെ മേൽ നീതി വെളിപ്പെടുമെന്ന് എൻ്റെ ദൈവം അറിയുന്നുണ്ടെന്നേ. യേശുവിൻ്റെ നാമത്തിൽ അതെ, നമ്മുടെ ദൈവം അറിയുന്നുണ്ടെന്നേ. ഇന്ന് പകലിൽ പറ, നിങ്ങളുടെ ലൈഫിൽ നടന്ന, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം നടന്ന ഒരു വിഷയമുണ്ടല്ലോ. സ്തോത്രം.
നിങ്ങളെ അപമാനിതയാക്കി നിർത്തിയ, നിങ്ങളെ അപമാനിതനാക്കി നിർത്തിയ സ്തോത്രം, നിങ്ങൾക്ക് ഒരു വാക്കുപോലും തിരിച്ചു പറയുവാൻ കഴിയാത്ത രീതിയിൽ നിശബ്ദനാക്കി നിർത്തിയ ആ ഒരു വിഷയമുണ്ടല്ലോ, അതിനെ നോക്കി ഇന്ന് പ്രഭാതകാലം പറ. സ്തോത്രം, ആ വിഷയത്തെ നോക്കി ഇന്ന് പ്രഭാതകാലം പറയാ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം, ഇതല്ല അവസാനം, ഇതല്ല അവസാനം. ഇപ്പോഴായിരിക്കുന്ന ആ ഒരു കടബാധ്യതയുണ്ടല്ലോ, ആ ഒരു കടബാധ്യത വഹിക്കാൻ കഴിയാതെ വണ്ണം തോളിലും തലയിലും ഹൃദയത്തിനും ഭാരമേറിയ നിലവാരത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കടഭാരം, അതിനെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഒരു നിലവാരത്തിലും പരിഹരിക്കാൻ കഴിയാതെ വണ്ണം പല വക്കീലന്മാരെയും മാറി മാറി നോക്കി, പല മധ്യസ്ഥരെയും മാറി മാറി നോക്കി, പലരും മാറി മാറി സംസാരിക്കാൻ ഇടയായിത്തീർന്നു. എന്നിട്ടും അവരുടെ ആ കുടുംബ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല. എന്നിട്ടും ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയം കയ്പായിരിക്കുക, അവരുടെ ഹൃദയം കല്ലായിരിക്കുക. ആരും സംസാരിച്ചിട്ട് അതിനൊരു ചേഞ്ച് ഇല്ല. ഇന്ന് പകലിൽ ആ ഒരു കുടുംബത്തെ നോക്കിയിട്ട് പറ, ആ ഒരു തലമുറയുടെ ജീവിതത്തെ നോക്കിയിട്ട് പറ, ആ ഒരു മകളുടെ കുടുംബ ജീവിതത്തെ നോക്കിയിട്ട് പറ, ആ ഒരു മകന്റെ കുടുംബ ജീവിതത്തെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല, ഇത് അവസാനമല്ല, ഇത് അവസാനമല്ല. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. അതെ 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 സ്തോത്രം. സുധാ സിസ്റ്റർ, നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കാം, നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അവൻ സഹായിക്കും, കർത്താവ് സഹായിക്കും. ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശ്വസിച്ച് ഏറ്റെടുത്തുകൊള്ളണം. ആ വേർഡ് പറയുവാൻ, ആ സാഹചര്യത്തെ നോക്കി പറയുവാൻ, ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ നോക്കി ഒരു പ്രവചന ശക്തമായിട്ട് ഈ വേടിനെ പറയുവാൻ തയ്യാറാകുക. പറ. ആ സാഹചര്യത്തെ നോക്കി, ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി, ഭവനമില്ലാത്ത അവസ്ഥയെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം. എനിക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ചിരിക്കുന്ന അവസാനം ഇതല്ല, 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 ഇതല്ല. ഞങ്ങൾ ദൈവദാസന്മാർ അഭിഷേകത്തിൽ നിറഞ്ഞ് നിന്നുകൊണ്ട് പറയുന്ന ഒരു വേടുണ്ട്, പ്രോഫറ്റിക്കൽ വേടുണ്ട്. അല്ലെങ്കിൽ അത് പ്രോസ്പിരിറ്റി ആണെന്ന് ചിന്തിക്കരുത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വേടാണ്, നിങ്ങൾ വയ്ക്കാത്ത സ്തോത്രം വീട്ടിൽ താമസിക്കും, നടാത്ത വൃക്ഷത്തിന്റെ ഫലം തിന്നും, കുഴിക്കാത്ത കിണറ്റിൽ നിന്ന്. ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ടോ? അതേ സ്തോത്രം. നിങ്ങൾ വയ്ക്കാത്ത വീട്ടിൽ താമസിക്കും, നടാത്ത വൃക്ഷത്തിന്റെ ഫലം തിന്നും, കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും. ഇതൊരു പ്രവചന ശബ്ദമായിട്ട് ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതകാലം ഏറ്റെടുത്തു. നിന്റെ ലൈഫിന് മേൽ കർത്താവ് അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി പോകുക. ആത്മാവിൽ കണ്ട് അതൊരു പ്രവചന ശബ്ദമായിട്ട് പറ. ആ സാഹചര്യത്തെ നോക്കി പറ. അതേ, നിന്റെ തലമുറ ഇപ്പോൾ ആയിരിക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് നീ അറിയുന്നതിനേക്കാൾ നല്ലതുപോലെ എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അവളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി നിങ്ങൾ അറിയുന്നതിനേക്കാൾ, നമ്മൾ അറിയുന്നതിനേക്കാൾ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സമയം എൻ്റെ കരത്തിൽ നിന്ന് കൈവിട്ടു പോയി. സ്തോത്രം. നവോമി പറയുകയാണ്, ഇനി ഒരു വിവാഹം കഴിക്കാൻ, ഇനിയൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ എൻ്റെ കരത്തിൽ സമയമില്ല. സ്തോത്രം. എൻ്റെ കരത്തിൽ സമയമില്ല. ഞാൻ എല്ലാ സമയത്തും മിക്ക ടൈമുകളും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് പോലെ, നിങ്ങൾ എൻ്റെ കരത്തിൽ നിന്ന് എന്തെടുത്താലും എനിക്ക് കുഴപ്പമില്ല. കുഞ്ഞുമോൾ, കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. എൻ്റെ കരത്തിൽ നിന്ന് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് കുഴപ്പമില്ല. 10, 200, 300 കൊണ്ടുപോയി കഴിഞ്ഞാൽ, 1000 കൊണ്ടുപോയി കഴിഞ്ഞാൽ, നാളെ ഏതെങ്കിലും ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വർഗം വാതിൽ തുറന്ന് അത് കൈമാറാനിടയായി തീരും. അല്ല, എൻ്റെ ഏതെങ്കിലും വസ്ത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റൊന്ന് സ്വർഗം നൽകുവാനിടയായിത്തീരും. എൻ്റെ കരത്തിൽ നിന്ന് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് തിരിച്ച് നേടാൻ കഴിയും. പക്ഷേ എനിക്ക് വിലപ്പെട്ട എൻ്റെ സമയം ഇപ്പോൾ നിങ്ങൾ എന്നോടുകൂടെ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ തിരുവചനം കേൾക്കാനായിട്ട് ഈ ലൈവിൽ എന്നോടുകൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, അതൊരിക്കലും തിരിച്ച് ലഭിക്കാത്തതൊന്നാണ്. ഒരിക്കലും തിരിച്ച് ലഭിക്കാത്തതൊന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിങ്ങൾ ഇഷ്ടത്തിന് വിലയേറിയതായി കണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്തതായിരിക്കുന്ന ഈ ടൈം ദൈവവചനം കേൾക്കാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതേ സ്തോത്രം. ദൈവം ആർക്കും കടക്കാരനല്ല.
കേട്ടോ. അല്ല അല്ല അല്ല, ദൈവത്തെ മാനിച്ച്, ദൈവവചനത്തെ മാനിച്ച് നിനക്ക് വിലപ്പെട്ട ഈ സമയം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നീ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ട് അക്കമിട്ട് എൻ്റെ സ്വർഗം നിനക്ക് പ്രതിഫലം നൽകുന്ന ഒരു പ്രഭാതകാലമുണ്ട്. മനുഷ്യൻ ഒരുപക്ഷെ മറക്കും, മനുഷ്യൻ ഒരുപക്ഷെ അകലും. സ്തോത്രം, അവന്റെ കണക്ക് പുസ്തകത്തിൽ നീ ചെയ്തതും നീ ഓടിയതും നീ കൊടുത്തതും ഒന്നും ഒരുപക്ഷെ കാണത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിനൊരു കണക്ക് പുസ്തകമുണ്ട് കേട്ടോ. നീ ചെയ്ത ചെറുതും വലുതുമായ സകല കാര്യങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തെ മാനിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെ മാനിച്ച് നാം ചെയ്ത ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അവൻ തൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ സ്തോത്രം അടുത്ത സെക്കൻഡുകളിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ അക്കമിട്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി നീ നിന്നതുകൊണ്ട്, സ്വർഗരാജ്യത്തിന് വേണ്ടി നീ തോള് കൊടുത്തതുകൊണ്ട്, ദൈവമഹത്വത്തിന് വേണ്ടി നീ നിന്നതുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് അക്കമിട്ട് അതിന് പ്രതിഫലം നൽകുവാൻ ഇടയായിത്തീരും. ഏറ്റവും വിലപ്പെട്ടതായിട്ട്, ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു ലഭിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒന്ന്, നവോമി പറയുകയാണ്, there is no time. സ്തോത്രം, എൻ്റെ കരത്തിൽ അവശേഷിക്കുന്നില്ല. എൻ്റെ നല്ല കാലമൊക്കെയും മോവാബിൽ എനിക്ക് നഷ്ടപ്പെട്ടു. നഷ്ടത്തിൻ്റെ വലിയൊരു കണക്ക് മാത്രമാണ് എൻ്റെ നല്ല കാലം മുഴുവൻ എനിക്ക് പറയാനുള്ളത്. ബെത്ലഹേമിൽ ആയിരുന്നപ്പോൾ അവിടെ സാന്നിധ്യമില്ല, വചനമില്ല, അപ്പമില്ല. അത് ഉണ്ടെന്ന് കരുതി മോവാബിലേക്ക് കടന്നു വന്നു. അവിടെയും സാന്നിധ്യവുമില്ല, അപ്പവുമില്ല. ഉണ്ടായിരുന്ന നിറവ് മുഴുവൻ ബെത്ലഹേമിൽ നഷ്ടപ്പെടുവാനിടയായി, തൊലി ചുളിയാനിടയായി തീർന്നു. പ്രായം അതിക്രമിച്ചു കടന്നു. കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി. കേൾവി സ്തോത്രം ഇപ്പോൾ കുറയുകയാണ്. മുടി കൊഴിഞ്ഞു തുടങ്ങാനിടയായിത്തീർന്നു. അതേ പണ്ടത്തെ പോലെ ഓടുവാനും ചാടുവാനുമുള്ള ബലം ഇപ്പോഴില്ല. സമയം എൻ്റെ കരത്തിൽ നിന്ന് ജീസസ് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം സമയം എനിക്ക്, ഇന്ന് പകലിൽ ഈ തിരുവചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അവൻ ആയിരിക്കുന്ന ചിലരെ യേശുവിൻ്റെ നാമത്തിൽ സമയം കഴിഞ്ഞുപോയി ബ്രദർ, സമയം കഴിഞ്ഞുപോയി. ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്തോത്രം പ്രായമൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയത്തില്ലല്ലോ. അത് താപ്പോട്ടല്ലല്ലോ, മേപ്പോട്ടാണല്ലോ പോകുന്നത്. അവൻ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം പ്രായം കയ്യിൽ നിന്ന് കടന്നുപോയി. ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നാ കുടുംബക്കാർ പറയുന്നത്. ഇനി അപ്പനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഇനി അമ്മയെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഇനി ഇവനെ കൊണ്ട് ഇവളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാണ് സ്തോത്രം വീട്ടുകാർ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. കാരണം പണ്ടത്തെ പോലെ ഓടാൻ കഴിയുന്നില്ല, പണ്ടത്തെ പോലെ ഭാരമെടുത്ത് ചുമലിൽ വെക്കാൻ കഴിയുന്നില്ല, പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സമയം എൻ്റെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, സമയം അതിക്രമിച്ചു പോയി. നവോമി പറയുന്ന പദം അതാണ്. നിങ്ങൾ നോക്കിയേ, സമയം എൻ്റെ കരത്തിലില്ല. ഇനിയൊരു വിവാഹം കഴിക്കാൻ പ്രായം എനിക്കില്ല. അങ്ങനെ വിവാഹം കഴിച്ചാലും സ്തോത്രം ഒരു തലമുറയെ ഉണ്ടാക്കിയ തലമുറ വളർന്ന് വിവാഹപ്രായം എത്തുന്നവരെ കാത്തിരിക്കുവാൻ നിങ്ങളുടെ കരത്തിലും സമയമില്ല. ഇറ്റ്സ് ഗോയിങ് വെരി ഫാസ്റ്റ്. സമയം പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലവാരത്തിൽ വേഗത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സമയം വേഗത്തിൽ ചലിക്കുമ്പോഴും അവൻ സമയത്തിനനുസരിച്ചുള്ളൊരു ദൈവപ്രവൃത്തി, പ്രായത്തിനനുസരിച്ചുള്ളൊരു ദൈവപ്രവൃത്തി, സ്തോത്രം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് സ്തോത്രം തത്തുല്യമായിട്ടുള്ള, അതിനെ മറക്കത്തക്കവണ്ണമുള്ളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. സമയം കടന്നുപോയി പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ. സ്തോത്രം ആ 10 വർഷം അനുഭവിച്ചതിന് മറുപടി ലഭിക്കുന്ന രീതിയിൽ, ആ 10 വർഷം ഉണ്ടായിരുന്ന നഷ്ടം മറക്കത്തക്കവണ്ണ രീതിയിലുള്ളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. നിങ്ങൾ നോക്കാം, ഇപ്പോൾ നവോമി നിൽക്കുകയാണ്, രൂത്ത് നിൽക്കുകയാണ്, ഓർപ്പ നിൽക്കുകയാണ്. 3 പേരും ഒരു ഭാഗത്ത് നിൽക്കുക. 3 പേർക്കും അവൻ പറയാനുള്ളത് നഷ്ടത്തിന്റെ വലിയ ഒരു കണക്കാണ്. സ്തോത്രം. നവോമിക്ക് പറയാനുള്ളത് ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 തലമുറകൾ നഷ്ടപ്പെട്ടു. ഓർപ്പയ്ക്കും രൂത്തിനും പറയാനുള്ളത് അവൻ മോവാബ് ദേശത്തിൽ നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് കയറി. സ്തോത്രം. അറിയാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലേക്ക് ഞങ്ങളെ വിവാഹം കഴിച്ചു. പക്ഷേ ഏറിയ നാൾ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തോടെ പോയില്ല. അതിനു മുമ്പ്
മുമ്പേ സ്തോത്രം മോവാബിന്റെ മൺതരിക്കകത്തളത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ശരീരങ്ങൾ അടക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. 3 സഹോദരിമാർ നഷ്ടത്തിന്റെ വലിയ കണക്കുകൾ പറയാനുള്ളത്. ഒരാൾക്ക് പറയാനുള്ളത് ഇനി എൻ്റെ കരത്തിൽ സമയമില്ല. ബാക്കി 2 പേർക്ക് പറയാനുള്ളത് നല്ല ഒരു കുടുംബജീവിതമാണ് ആഗ്രഹിച്ചത്, പക്ഷേ അത് നഷ്ടപ്പെടുവാനിടയായി. ആ കോൺവെർസേഷനിൽ നവോമി സ്തോത്രം 2 മരുമക്കളോടും പറയുന്നത് എൻ്റെ കരത്തിൽ ഇനി സമയം ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ അമ്മമാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാം. അപ്പൻ അമ്മമാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാം. നിങ്ങൾ നോക്കുക, ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ നടുവിൽ കൂടെയാണ് ഈ കുടുംബം കടന്നു വരാനിടയായിത്തീരുന്നത്. മരണം 10 വർഷത്തിന്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം മാറി മാറി ഭവനത്തിന്റെ അകത്തളത്തിൽ കയറി. ഏറ്റവും വലിയ പ്രതിസന്ധി, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഈ ഭവനം നേരിട്ടു. എന്നാൽ സ്തോത്രം, ആ നഷ്ടത്തിന്റെ മധ്യത്തിലും അവളെ വിട്ടുപിരിയാതെ ചേർന്ന് നിന്ന 2 മരുമക്കൾ. വാട്ട് എ ബ്ലെസ്ഡ് ഫാമിലി, വാട്ട് എ ബ്ലെസ്ഡ് ഫാമിലി. ആ നഷ്ടത്തിന്റെ നടുവിലും അവളെ വിട്ടുപോകാതെ ചേർന്ന് നിന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു കൂട്ടം അവളെ പരിഹസിക്കുവാനായിട്ട് കുടുംബത്തിന്റെ വെളിയിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന കുടുംബത്തെ അവൻ പടിചൊല്ലുവാനായിട്ട് ഭവനത്തിന്റെ വെളിയിൽ ഉണ്ടായിട്ടും ആ സാഹചര്യത്തിലും വിട്ടുപോകാതെ ചേർന്ന് നിന്ന അമിഷ്ടോത്രം 2 മരുമക്കൾ. എന്നാൽ നോക്കുക, ഇപ്പോൾ സമയം കരത്തിലില്ല. അമിഷ്ടോത്രം, സമയം എൻ്റെ കരത്തിൽ നിന്ന് പോയി, നിയന്ത്രണം സകലതും പോയി, ഇനി എനിക്ക് ചെയ്യുവാൻ ഒന്നും ഇല്ല എന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പോകാൻ ഒരവസരം കൊടുത്തപ്പോൾ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകാനിടയായി. അമിഷ്ടോത്രം ഓർപ്പ ഒരു ബാഡ് പേഴ്സണാലിറ്റിയാണ്? നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. ഒരിക്കലുമല്ല. അനുവാദം കൊടുത്തത് കൊണ്ടാണ് അവൾ പോകുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ഇവിടെ കർത്താവിനോട് കൈമാറിയ ഒരു ദൂതുണ്ട്, ഒരു പ്രവചന ശബ്ദമുണ്ട്. ഒരുപാട് പേർ അമിഷ്ടോത്രം നമ്മളെ ഈ ജീവിത സാഹചര്യത്തിൽ, ഈ ജീവിത യാത്രയിൽ സ്നേഹിക്കാനുണ്ട്. ഒരിക്കലും വിട്ടുപിരിയാതെ നമ്മളോട് ചേർന്ന് നിൽക്കും എന്ന് നാം ചിന്തിച്ച ഒരുപാട് പേർ പല സാഹചര്യത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് തോൾ തന്ന് ആശ്വാസമായി നമ്മളോട് കൂടെ ചേർന്ന് നിന്നവർ. നാം ചിന്തിച്ചു അവസാനം വരെ അവർ നമ്മളോട് കൂടെ കാണും, അവസാനം വരെ അവരുടെ ആശ്വാസവാക്കുകൾ നമ്മെ ബലപ്പെടുത്താൻ ഇടയായിത്തീരും. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ, ഏതോ ഒരു ഘട്ടത്തിൽ അവരും നമ്മളോട് ബൈ പറഞ്ഞ് പോകേണ്ട അവസ്ഥ വരുവാനിടയായിത്തീരും. അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നവരാരും നമ്മളെ വിട്ടുപോകില്ല എന്ന് നാം ചിന്തിക്കരുത്. ഒരു സാഹചര്യം വരുമ്പോൾ ടൈം അതിൻ്റെതായ രീതിയിൽ ഷഫിൾ ചെയ്ത് അതിൻ്റെതായ രീതിയിൽ തിരിയപ്പെടുമ്പോൾ ഒരു സാഹചര്യത്തിൽ അവരും നമ്മളെ വിട്ടുപിരിയാൻ ഇടയായി തീരും. ഒരിക്കലും വിട്ടുപിരിയത്തില്ലെന്ന് ചിന്തിച്ച മരുമക്കളിൽ ഒരുവൾ, അതേ കൈപ്പേറിയ അനുഭവം സകലതും ഈ ഭവനത്തിൽ ഉണ്ടായിട്ടും വിട്ടുപിരിയാതെ മായമയോട് ചേർന്ന് നിന്ന ഈ സഹോദരി ആ പ്രഭാതകാലം ആ മാതാവിനെ വിട്ടുപിരിയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നവോമി, നിന്റെ യാത്ര അവസാനിച്ചോ? നിന്റെ ജീവിതം അവസാനിച്ചോ? ആബ്സല്യൂട്ട്ലി നോട്ട്. എൻ്റെ ദൈവം പറയുകയാണ്, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം. ഒരു നവോമി നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ 2 തലമുറകൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓർപ്പ നിന്നെ ചുംബിച്ച് തിരിച്ചുപോയി. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് അവസാനമെന്ന് ചിന്തിക്കും. എല്ലാ നരകവും നിന്റെ തലമേൽ ചുറ്റുന്നതായിട്ട് നിനക്ക് തോന്നും. സകല പൈശാചിക മേഖലകളും നിനക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കയ്പുള്ളതായിട്ട് തോന്നും. കൂടെ നിന്നവരും സ്നേഹിച്ചു നിന്നവരുമൊക്കെ വിട്ടുപിരിയാൻ ഇടയായി തീരും. ആ ചാപ്റ്ററുകൾ പലരുടെയും ചാപ്റ്ററുകൾ നിനക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്നൊരു സാഹചര്യം കടന്നു വരും. പക്ഷേ തിരുവചനത്തിൽ ആശ്രയിച്ചൊന്ന് ഈ പ്രഭാതകാലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം. നവോമിയെ, ഇതല്ല അവസാനം. ഓർപ്പ വിട്ടുപിരിയും. 2 തലമുറകൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. സർവശക്തൻ കൈ പേറിയത് നിനക്ക് ചെയ്തത് നിനക്ക് തോന്നും. അതേ സർവശക്തൻ നിനക്ക് പ്രതികൂലമാണെന്ന്, നിനക്ക് പ്രതികൂലമായി നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നും. പക്ഷേ ദാറ്റ് വാസ് നോട്ട് ദി എൻഡ്. അതല്ല അവസാനം. അതല്ല അവസാനം. ഈ തിരുവചനം പിന്നത്തേത് നിങ്ങൾ വായിക്കണം. നോക്കാം. അതല്ലായിരുന്നു നവോമിയുടെ അവസാനം. നവോമിയുടെ അവസാനം. സമയമില്ല, സമയം കടന്നുപോയി, ഇനി സ്തോത്രം ചെയ്യുവാൻ എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ മാതാവിൻ്റെ മേൽ
സ്തോത്രം. ഇന്ന് പ്രഭാതകാലം കർത്താവ് നമുക്ക് നൽകുന്ന പ്രവചന ശബ്ദം, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. പറഞ്ഞാട്ടെ, നാം ഇപ്പോഴായിരിക്കുന്ന ആ ജീവിത സാഹചര്യത്തെ നോക്കി ഈ ശബ്ദം ഒന്നും കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഷെലി സിസ്റ്ററെ ജോയിൻ ചെയ്യുന്നവർക്ക് കർത്താവിന് നന്ദി പറയുക. സുജ സിസ്റ്ററെ, അതെ രാജ് ബ്രദറെ, അതെ ബിനു മാത്യു ബ്രദറെ, ജോളി സിസ്റ്ററെ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. പറ, ആ തലമുറയുടെ ഇപ്പോഴത്തെ ആ കുടുംബ ജീവിതം ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ആ പ്രശ്നത്തെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. സ്തോത്രം. ഇപ്പോഴായിരിക്കുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നോക്കിയിട്ട് ശക്തമായി ദൈവസന്നിധിയിൽ ആശ്രയിച്ചിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇപ്പോഴായിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തെ നോക്കിയിട്ട്, ആ ഭർത്താവിൻ്റെ സ്വഭാവത്തെ നോക്കിയിട്ട്, ആ ഭാര്യയുടെ സ്വഭാവത്തെ നോക്കിയിട്ട്, ആ തലമുറയുടെ സ്വഭാവത്തെ നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അതേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ തലമുറ അനുഭവിക്കുന്ന ആ ഒരു ശാരീരിക ബുദ്ധിമുട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് നോക്കിയിട്ട്, ആ ബിസിനസ് മേഖലയിലുള്ള ആ തകർച്ച നോക്കിയിട്ട് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അതേ പൊട്ടക്കിണറല്ല നിന്റെ അവസാനം. അതേ പൊത്തിഫറിന്റെ ഭവനമല്ല നിന്റെ അവസാനം. അതേ കാരാഗ്രഹമല്ല നിന്റെ അവസാനം. അതേ സ്തോത്രം. എലിയാവ് പറയുക, ഇപ്പോൾ മതി കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണമേ. എലിയാവേ, ദാറ്റ് വാസ് നോട്ട് യുവർ എൻഡ്. അതല്ല നിന്റെ അവസാനം. യേശുവിൻ്റെ നാമത്തിൽ യായിറോസിനൊരു കൂട്ടം പറയുക, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, അവൾ മരിച്ചുപോയി. എന്നാൽ കർത്താവ് പറയുക, ദാറ്റ് വാസ് നോട്ട് ദി അല്ല അവസാനം. യേശുവിൻ്റെ നാമത്തിൽ അതല്ല അവസാനം. ആസയിൽ ഒരു കൂട്ടം പൗലോസിന് വേണ്ടി കാത്തിരിക്കുക. അവൻ ചെന്ന് കഴിഞ്ഞാൽ, വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നിന്റെ ജീവനെ അവസാനിപ്പിക്കാനിടയായിത്തീരും. എന്നാൽ അവൻ പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തുക. അപ്പോൾ കർത്താവ് പറയുക, ദാറ്റ് വാസ് നോട്ട് ഹിസ് എൻഡ്. അതായിരുന്നില്ല അവൻ്റെ അവസാനം. യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഇരുന്നപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് പറയുക, ഞാനും നിന്നെ അവന്റെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ ശബ്ദവും അവന്റെ ശബ്ദവും അവൻ സാമ്യമുണ്ട്. പത്രോസ് ഭയപ്പെട്ട കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞിട്ട് അവൻ 3 വട്ടം അവൻ 2 വട്ടം കോഴി കൂവിയപ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവ് പറഞ്ഞ ദൂത് അവന് മനസ്സിലായി. അവൻ ഒരു പക്ഷെ ചിന്തിച്ചു കാണും, ഇപ്പോൾ തന്നെ ഉയരോടെ അങ്ങ് പോയിരുന്നേൽ നന്നായിരുന്നു. പക്ഷെ കർത്താവ് പറയുക, മോനെ, that is not our end. നിന്റെ അവസാനമല്ലത്. നിന്റെ മേൽ ഞാൻ കൈമാറിയ ഒരു പ്രവചനമുണ്ട്. നിന്നെ കൊണ്ട് ഞാൻ പണിയുവാനിടയായിത്തീരും. ആ പ്രവചനമാണ് നിന്റെ അവസാനം. ഈ സാഹചര്യത്തെ നോക്കി, ഈ പ്രതിസന്ധിയെ നോക്കി, ഈ പ്രതിബദ്ധതയെ നോക്കി, ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവൻ പരിഹരിക്കാൻ കഴിയാത്ത ആ ഒരു സാഹചര്യത്തെ നോക്കി, സമയം കടന്നുപോയി, ഇതാണ് അവസാനമെന്ന് ചിന്തിക്കുന്ന, പ്രായം കടന്നുപോയി, ശരീരത്തിന് ബലമില്ല, അതേ സ്തോത്രം, കണ്ണിന് പടകിയതുപോലെ കാഴ്ചയില്ല, കേൾവി പടകിയതുപോലെ കേൾക്കുന്നില്ല, ഹൃദയത്തിൽ അങ്ങനെ ചില ആകുല ചിന്തകൾ കടന്നു വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കണ്ണുനീരൊഴുക്കിയിട്ടും പല പ്രവാചകന്മാർ മാറി മാറി കൈവച്ചിട്ടും പല ദൈവദാസന്മാർ മാറി മാറി ദൂത് പറഞ്ഞിട്ടും ഒന്നും മാറ്റമില്ല പാസ്റ്റർ. ഒരു മാറ്റമില്ലാതെ അതുപോലെ സ്റ്റാഗ്നന്റ് ആയിട്ട് സ്റ്റക്കായിട്ട് ഒരു പാറ പോലെ നിൽക്കുകയാ. സ്തോത്രം. ഇന്ന് പകലിൽ ഈ തിരുവചനം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഈ പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറുമ്പോൾ വിശ്വസിച്ചോ, യേശുവിന്റെ നാമത്തിൽ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം. ഈ സാഹചര്യത്തെ എടുത്ത് കാണിച്ചിട്ട് പിശാച് പറയും, ഇതാണ് അവസാനം. ഈ തലമുറയുടെ ആ ഒരു സംസാര രീതിയെ നോക്കിയിട്ട്, അവന്റെ അപ്പോഴത്തെ കുടുംബ ജീവിതത്തെ നോക്കി അത് നിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ട് പറയും, ഇത് അവസാനിക്കാൻ പോകുക, ഇതാണ് അവസാനം. ആ ഭർത്താവിന്റെ ആ സ്വഭാവത്തെ, ആ മദ്യപാനത്തെ, അല്ലെങ്കിൽ ആ ഒരു ദുശീലത്തെ, അല്ലെങ്കിൽ ആ ഒരു സ്തോത്രം ദേഷ്യപ്പെടുന്ന സ്വഭാവത്തെ, അല്ലെങ്കിൽ അവൻ അടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അവന്റെ മനോഭാവത്തെ നോക്കിയിട്ട്, ഇതാണ് നിന്റെ കുടുംബജീവിതത്തിന്റെ അവസാനം. ആ തലമുറ ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധി ഉയർത്തി കാണിച്ചിട്ട് പറയും, ഇതാണ് നിന്റെ തലമുറയുടെ അവസാനം. ആ രോഗത്തെ ഉയർത്തി കാണിച്ചിട്ട് പറയും, ഇത് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഇതാണ് നിന്റെ തലമുറയുടെ നിന്റെ അവസാനം. നോ, ഇന്ന് പകലിൽ അതിന് യെസ് പറയാതെ, അതിന് ആമൻ പറയാതെ പറ, നോ, ഇതല്ല, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. കർത്താവ് എന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം, കർത്താവ് എന്നോട് പറഞ്ഞ ദൂത് ഇതല്ല. കർത്താവ് എനിക്ക് നൽകിയ വെളിപ്പാട് ഇതല്ല. ഇങ്ങനെ ഞാൻ അവസാനിക്കുമെന്നല്ല, ഇങ്ങനെ എൻ്റെ ഭവനം അവസാനിക്കുമെന്നല്ല, ഇങ്ങനെ എൻ്റെ കുടുംബജീവിതമായി തീരുമെന്നല്ല, ഇങ്ങനെ ജീസസ് ഇങ്ങനെ എൻ്റെ സാമ്പത്തിക രീതി ആയിത്തീരുമെന്നല്ല സ്വർഗം എനിക്ക് നൽകിയ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നോടുകൂടെ ചേർന്ന് പകലിൽ പറയാൻ കഴിയുമോ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം. ഇന്ന് പകലിൽ കർത്താവ് സ്തോത്രം നമ്മെ
ബലപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ആ ശബ്ദം മാറി മാറി പ്രതിധ്വനിച്ചുകൊണ്ട് എൻ്റെ കാതുകളിൽ, ഹൃദയത്തിൽ കടന്നു വരിക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല അവസാനം, ഇതല്ല അവസാനം. വിശ്വസിച്ചോ? പ്രവചനത്തിൽ വിശ്വസിച്ചോ? വചനത്തിൽ വിശ്വസിച്ചോ? അത് കർത്താവ് പറയുക, യായിറോസെ, അതേ സ്തോത്രം, സുധാ സിസ്റ്ററെ, ഷേർലി സിസ്റ്ററെ, ജോളി സിസ്റ്ററെ, ആമൻ, ബിനു ബ്രദറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അതെ, ആ പ്രവചന ശബ്ദം, ആ തിരുവചനം നമ്മളോട് മാറി മാറി സംസാരിക്കുന്നു. കർത്താവ് പറയുക, ആ ഒരു പുരുഷാരത്തിന് അവർ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു പുരുഷാരം യായിറോസിനോട് വന്ന് ഈ വാർത്ത പറയുന്നത് കണ്ടുകൊണ്ടാണ്. അവർ പറയുന്നത് ശരിയായ കാര്യമാണ്, ശരിയായ കാര്യമാണ്, ശരിയാണ്. യായിറോസിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട, ശരിയായ കാര്യമാണ്. എന്നാൽ ആ ശരിയെ ജയിക്കുന്ന ഒരു സത്യം അവരുടെ മുമ്പിലുണ്ട്. ഞാൻ ജീവനും പുനരുത്ഥാനവും ജീവനും ആകുന്നു. സ്തോത്രം, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ആ ശരിയെ ജയിക്കുന്ന ഒരു സത്യം. നീ ശരിയെ കേൾക്കുന്നോ? സത്യത്തെ കേൾക്കുന്നു. ശരി പറയുന്നത് വിശ്വസിക്കുന്നു, സത്യം പറയുന്നത് വിശ്വസിക്കുന്നു. അതേ യായിറോസെ, അവർ പറഞ്ഞത് ശരിയാണ്, അവൾ മരിച്ചുപോയി. ഭയപ്പെടേണ്ട, വിശ്വസിക്കാം മാത്രം ചെയ്യുക. അതെ സുധാ സിസ്റ്ററെ, എല്ലാ നിയന്ത്രണം വിട്ടിരിക്കുക അല്ലേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശരിയാണ്. ഇനി അതൊന്ന് ആര് സംസാരിച്ചാലും ആര് ഇടപെട്ടാലും അതിന് മാറ്റമുണ്ട്. ശരിയായ കാര്യമാണ്. പക്ഷെ സത്യം എന്താ ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുന്നത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഷേർലി സിസ്റ്ററെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല, ഇത് അവസാനമല്ല. ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യവും, ഇപ്പോഴായിരിക്കുന്ന പ്രതിസന്ധിയും, ഇപ്പോഴായിരിക്കുന്ന പ്രതികൂലവും, ഇപ്പോഴായിരിക്കുന്ന കൈപ്പേറിയ അനുഭവം, ഇപ്പോഴായിരിക്കുന്ന രോഗവും കടബാധ്യതയും ബന്ധനങ്ങളും, അതല്ല അവസാനം, അതല്ല നമ്മുടെ അവസാനം. കർത്താവ് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന സ്വർഗമന്ത്രി. അവൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്. സ്തോത്രം. സാധാരണയായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ അത്ഭുതമാകുന്നത്? ഒരു സാധ്യമല്ലാത്ത കാര്യം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇനി നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന കാര്യം, അത് ചെയ്യുമ്പോഴല്ലേ അസാധാരണമായ കാര്യമായി മാറുന്നത്. സ്തോത്രം. സാധാരണയായ ഒരു പ്രശ്നത്തിൽ മറ്റുള്ളവർ സ്തോത്രം പുറത്തു വരുന്നത് പോലെ പുറത്തു വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അസാധാരണത്വമാകുന്നത്? നോ, അസാധാരണമായി ഒരിക്കലും വിടുവിച്ച് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ നിന്ന് സ്തോത്രം പുറത്തു വരുന്നതല്ലേ അസാധാരണത്വം എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ നാച്ചുറലായിട്ടല്ല, സൂപ്പർ നാച്ചുറലായിട്ട് ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നുണ്ടോ? അതിനു വേണ്ടി ദൈവം ഒരുക്കിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ മുമ്പിലുള്ളതെന്ന് വിശ്വസിക്കുക. അതെ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. അത് സ്തോത്രം, നവോമി, നിന്റെ ജീവിതത്തിന് അടുത്ത ഒരു അധ്യായം എൻ്റെ സ്വർഗം തുറക്കുകയാണ്. ഒരധ്യായം മുഴുവൻ സ്തോത്രം മരണത്തിൻ്റെയും കയ്പിൻ്റെയും നഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ടാറ്റ ബൈബിയുടെയും ഗുഡ് ബൈയുടെയൊക്കെ സ്തോത്രം ചാപ്റ്ററുകളായിരുന്നു സ്തോത്രം ഒരു ഭാഗം മുഴുവൻ ഉണ്ടായിരുന്നത് നിന്റെ ജീവിതത്തിൽ. എന്നാൽ ഇനി അടുത്ത ഭാഗം സ്തോത്രം എൻ്റെ സ്വർഗം കൈമാറുവാൻ വേണ്ടി പോകുന്നത് നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന്, നീ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സ്തോത്രം കയ്പെന്ന് പറഞ്ഞ് നീ കാലുകുത്തിയ ദേശക്കാർ തന്നെ പറയത്തക്ക രീതിയിൽ എൻ്റെ ദൈവം സ്തോത്രം ചെയ്യുവാൻ വേണ്ടി പോകുക. വിശ്വസിക്കുക. ഈ പ്രഭാതകാലം ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് പ്രഭാത സന്ദേശത്തെ അവസാനിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. അതെ, മറന്നു പോകരുത്, വിട്ടുപോകരുത്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ആ സാഹചര്യത്തെ നോക്കി പറ, ആ പ്രതിസന്ധിയെ നോക്കി പറ, ആ രോഗബന്ധനത്തെ നോക്കി പറ, നിന്റെ പ്രായത്തെ നോക്കി പറ, ശരീരത്തിൻ്റെ അവസ്ഥയെ നോക്കി പറ. യെസ്, ആ ബാങ്കിലെ ആ പ്രശ്നത്തെ, ആ ലോണിനെ നോക്കി പറ, ആ കോർട്ടിൽ കിടക്കുന്ന ആ കേസിനെ നോക്കി പറ, ആ തലമുറയുടെ കുടുംബജീവിതത്തെ നോക്കി പറ. അതേ സ്തോത്രം, ആ കഴിഞ്ഞ കാലഘട്ടത്തെ നോക്കി ഇന്ന് പകലിൽ തിരിഞ്ഞു നിന്നിട്ടൊന്ന് പറ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനം അല്ല. ഒരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് പകലിൽ ഈ തിരുവചനം ശ്രവിപ്പാൻ ഈ ലൈവിൽ എൻ്റെ കൂടെ കടന്നു വന്ന ക്രിസ്തുവിൽ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു.
അവർ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന ഈ ജീവിത സാഹചര്യമല്ല ഞങ്ങളുടെ അവസാനം. ദിസ് ഈസ് നോട്ട് അവർ എൻഡ്. ഇത് ഞങ്ങളുടെ അവസാനമല്ല. സ്വർഗം അടുത്ത ഒരു അധ്യായത്തെ തുറക്കുവാൻ വേണ്ടി പോകുന്നു. പ്രായം കഴിഞ്ഞുപോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഇനി ഒരു അധ്യായം ഇല്ല, ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ശരിയായ കാര്യങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വിശ്വസിക്കത്തക്കവണ്ണം, കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഇത് ശരിയാണ്, ഇതിങ്ങനെയേ സംഭവിക്കൂ എന്ന് പറയുന്ന ഒരുപാട് ശരികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ ശരികളെയൊക്കെ മറിച്ചു കളഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ സത്യം, യേശുവിൻ്റെ നാമത്തിൽ സത്യം ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. പിശാച് അടച്ചു വച്ചത് യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ശത്രു അടച്ചു വച്ചത് യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ എന്നെ കേട്ട ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളുടെ മേൽ ഈ ഒരു ദൂത് എസ്റ്റാബ്ലിഷ് ആകട്ടെ. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനം അല്ല. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് പകലിൽ കർത്താവ് നമുക്ക് കൈമാറാൻ ഇടയായി തീർന്നത്. നിങ്ങൾക്കിത് ബ്ലസ്ഡ് ആയെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഈ മോർണിംഗ് സർവീസിൽ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരോട് അറിയിക്കുക. കടന്നു വന്നവരും വചനം കേൾക്കട്ടെ. മുൻപുള്ള സമയങ്ങളിൽ ഒരുപാട് ടൈം 1-2 മണിക്കൂർ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ടൈം ഏകദേശം കുറച്ച് 40 മിനിറ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പല നിലവാരത്തിൽ ബിസി ഷെഡ്യൂൾ ഉള്ളവരാണല്ലോ. അതുകൊണ്ട് വേഗത്തിൽ വചന സന്ദേശത്തെ വേഗത്തിൽ കുറപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്ന ദൂതുകളെ പറയാൻ ആഗ്രഹിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമ്മുടെ സന്ദേശത്തെക്കുറിച്ച്, ദൂതുകളെക്കുറിച്ച് അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും. ആ സാഹചര്യത്തെ നോക്കി പറയുക. നിങ്ങൾ അമിഷ്ടതരം നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളോട് ഈ ദൂതുകളെ അറിയിക്കുക. അവരോട് പറയുക, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല. അത് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം അകപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ പലരും ഉണ്ടായിരിക്കാം. അവരോട് ഇത് അവസാനമല്ല. കപ്പൽ ഛേദം കടന്നു വന്നപ്പോൾ അവർ ചിന്തിച്ചു അവസാനമാണെന്ന്. എന്നാൽ വചനം പറയുക അതല്ല അവസാനം. അവരുടെ മേൽ സ്തോത്രം ഒരു പ്രവചനം കിടപ്പുണ്ട്, ഒരു ദൈവശബ്ദം കിടപ്പുണ്ട്. അവർ കര കാണും, തിരുവചനം സംസാരിക്കും. അതാണ് അവസാനം. അതാണ് സ്തോത്രം അവരുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈ സാഹചര്യത്തെ നോക്കിപ്പറ, ആ പ്രതിസന്ധിയെ നോക്കിപ്പറ, ആ കുടുംബ അവസ്ഥയെ നോക്കിപ്പറ. ജോഷി സിസ്റ്ററെ, സത്യം ബ്രദറെ, കർത്താവ് സഹായിക്കട്ടെ. ജോയിൻ ചെയ്യുന്നവർക്ക് കർത്താവിന് നന്ദി പറയുക. ഇതല്ല അവസാനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ ഇതൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുത്തു. ഇന്നലെ ഒരു പ്രവചന ശബ്ദം കർത്താവ് കൈമാറി, ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് കർത്താവ് കൈമാറി. ഇത് ഒരു പ്രവചന വേർഡായിട്ട് ഏറ്റെടുത്തു. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് അവസാനമല്ല. പറ, ആ തലമുറയോട് പറ. ഇതൊരു ആശ്വാസ വാക്കാണ് കേട്ടോ, ഒരു ആശ്വാസ ശബ്ദമാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ തലമുറയോട് ഫോൺ വിളിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാറില്ലേ? ഇന്ന് പകലിൽ ഇങ്ങനെയൊന്ന് പറയാം അവനോട്, അവളോട് ഇങ്ങനൊന്ന് പറ, ആ മകളോട് ഇങ്ങനൊന്ന് പറ. മോനെ, ഇത് അവസാനമല്ല. മോളെ, ഇത് അവസാനമല്ല. ആ ഭർത്താവിനോട് അവൻ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ട് അവൻ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ നിരാശയോടെ ഇരിക്കുന്ന ആ ഭർത്താവിനോടുണ്ടല്ലോ, ആ ഭാര്യയോടുണ്ടല്ലോ, പറ. തോളിത്തട്ടി ആശ്വസിപ്പിച്ചിട്ടൊന്ന് പറ, അജയ, അമ്മാമേ, ഇത് അവസാനമല്ല. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതല്ല സ്വർഗം നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് കണ്ടിരിക്കുന്ന അവസാനം. ശുഭഭാവി അമിഷ്ടോത്രം നിനക്ക് കൈമാറേണ്ടതിന് ശുഭഭാവി. അതൊരു തിരുവചനമാണ്. ശുഭഭാവി, ബ്ലസ്ഡ് ഫ്യൂച്ചർ കർത്താവ് കൈമാറുവാൻ വേണ്ടി പോകുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെ പ്രഭാതകാലം 7 o'clock ഫ്രീ ആയിട്ടുള്ളവർ എന്നോടുകൂടെ ജോയിൻ ചെയ്യുക. അധിക സമയം നമ്മൾ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കർത്താവ് ദൂതുകളെ നൽകുമ്പോൾ പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. സ്തോത്രം. അവൻ 7 മണിക്ക് തന്നെ നമ്മൾ നാളെ പ്രഭാതകാലവും കടന്നു വരും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഫ്രീ ആയിട്ടുള്ളവർ കടന്നു വരിക. നിങ്ങൾക്ക് ഈ സന്ദേശം ബ്ലെസ്ഡ് ആയെങ്കിൽ ഷെയർ ചെയ്യുക. അവൻ സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ പ്രഭാതകാലം കാണും. അല്ല, കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ ആ നിത്യതയിൽ നമ്മൾ ഒരുമിച്ച് കാണും. അതുവരെ തൻ്റെ തങ്കച്ചിറകിന്മേൽ കർത്താവ് നമ്മളെ മറക്കട്ടെ. ഈസ് ദർ എനി പ്രയർ കൺസേൺ? എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. അതുവരെ കർത്താവ് നമ്മെ തങ്കച്ചിറകിന്മേൽ മറക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ വേണ്ടി പോകുന്നു. ശാലോം, സമാധാനം.
നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.